ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചെറിയ പക്ഷേ മനോഹരമായ തോട്ടമാണ്. പ്രകൃതിയോട് ചേർന്ന് നമുക്കൊരു ചെറിയ യാത്ര തുടങ്ങാം. നിറങ്ങളാൽ നിറഞ്ഞ ഈ തോട്ടം കാണാൻ എന്നോടൊപ്പം വരൂ. പ്രകൃതിയുടെ മണവും നിറവും നിറഞ്ഞ ഞങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് നിങ്ങൾക്കായി ഒരു ചെറിയ ടൂർ. ഇത് നമ്മുടെ പൂന്തോട്ടം, പൂക്കളുടെയും സന്തോഷത്തിൻ്റെയും ഒരു കൊച്ചു ലോകം. ഇവിടെ വിരിഞ്ഞു നിൽക്കുന്ന ഓരോ പൂക്കളും ഓരോന്നും ഓരോ കഥ പറയുന്ന പോലെ തന്നെ. പ്രഭാതത്തിൽ വിരിയുന്ന ഈ പൂക്കളെ കാണുമ്പോൾ മനസ്സിന് ഒരുപാട് ശാന്തിയുണ്ട്. പ്രകൃതിയോട് ചേർന്ന് ഒരു നിമിഷം ചെലവഴിക്കുന്നത് എത്ര മനോഹരമാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാക്കാം. പല വർണ്ണത്തിലുള്ള ഈ പൂക്കൾ ഓരോന്നും ഓരോ കഥ പറയുന്ന പോലെ തന്നെ. പ്രഭാതത്തിൽ വിരിയുന്ന ഈ പൂക്കളെ കാണുമ്പോൾ മനസ്സിന് ഒരുപാട് ശാന്തിയുണ്ട്. പ്രകൃതിയോട് ചേർന്ന് ഒരു നിമിഷം ചെലവഴിക്കുന്നത് എത്ര മനോഹരമാണ് എന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാകും. ഇവിടെ ഓരോ പൂവും അതിൻ്റെ സൗന്ദര്യത്തോടെ മനസ്സിനെ കീഴടക്കുന്നു. ഒരു പൂവിൻ്റെ വിരിയൽ ജീവിതത്തിലെ പുതിയ തുടക്കത്തെ ഓർമ്മപ്പെടുത്തുന്നു. നിറം, മണം, ശാന്തി. തോട്ടം തൻ്റെ മുഴുവൻ ആത്മാവോടെയാണ് നമ്മളെ വരവേൽക്കുന്നത്. പൂക്കളുടെ ഈ ലോകം സ്വപ്നങ്ങളുടെ കാനനമാകുന്നു. ഇതിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ നേരം എങ്ങനെ കിടക്കുന്നു എന്ന് പോലും അറിയില്ല. ഓക്കെ ഗൈസ്, ഇനി നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ തോട്ടത്തിലെ കുഞ്ഞുകുളം. ഇതിനകത്ത് കുറേ മീൻകുട്ടന്മാരുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഷൂട്ട് ചെയ്തപ്പോൾ ഒന്ന് രണ്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ താമരയൊക്കെ വിരിയാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരു കുഞ്ഞു പൂ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത് വരുന്നത്. നമുക്കിത് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ മേളിലോട്ട് വളരുന്നതാണ് കേട്ടോ. സോ അതുകൊണ്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തണമെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് നമ്മൾ മേളിലോട്ട് വെച്ച് കൊടുത്താൽ അത് നന്നായിട്ട് വളർന്നു വരുള്ളൂ. ഈ കാണുന്നത് ഒരു കുഞ്ഞ് ഓറഞ്ചിൻ്റെ ചെടിയാട്ടോ. അതൊന്നും വളർന്ന് വലുതായിട്ടില്ല, വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ റോസാ ചെടിയാണ്. കുഞ്ഞു മാവാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ചെടികളൊക്കെ ഇതെപ്പോഴും പുറത്ത് വെച്ചിരിക്കാറില്ല. ചില സമയങ്ങളിൽ ബാക്കി ചെടികളൊക്കെ ഞങ്ങളെടുത്ത് അകത്ത് വീടിനുള്ളിലാണ് വെക്കുന്നത്. കാരണം ചിലതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതിപ്പോൾ വെയിൽ കിട്ടാനും ആവശ്യത്തിന് ചെറുതായിട്ട് മഴയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പുറത്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഡിഫറെൻ്റായിട്ട് ഒത്തിരി ചെടികളുണ്ട്. ഇതുപോയിട്ട് ഇനിയും ഒത്തിരി ചെടികൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതെന്തായാലും തുടർന്നുള്ള വീഡിയോയിൽ കാണാം. ഞാൻ എല്ലാ ദിവസവും ഓരോ ചെടികളുടെ പേരും അതിൻ്റെ ഉത്ഭവം, അതെങ്ങനെ പരിപാലിക്കണം എന്ന വീഡിയോസ് ഞാൻ ഷോർട്സായിട്ട് ഇടുന്നുണ്ട്. ഞങ്ങളുടെ തോട്ടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ പൂന്തോട്ട യാത്ര ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.